ഈശോഗാനം പാടി രൂപക്കൂടിൻ മുന്നിൽ മാതാവിനെ നോക്കി നിൽക്കുമ്പോൾ കൊന്ത കയ്യിലേന്തി അമ്മയെത്തും വേഗം ഞങ്ങൾ ജപമാല പ്രാർത്ഥിക്കും. ഈശോഗാനം പാടി രൂപക്കൂടിൻ മുന്നിൽ മാതാവിനെ നോക്കി നിൽക്കുമ്പോൾ കൊന്ത കയ്യിലേന്തി അമ്മയെത്തും വേഗം ഞങ്ങൾ ജപമാല പ്രാർത്ഥിക്കും. ഏതൊരു വ്യക്തിയുടെയും ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്, ഭക്തിപ്രകാശനത്തിൻ്റെ അന്തരീക്ഷം. അപ്പം അതുകൊണ്ട് ചെറുപ്പകാലത്തെപ്പോഴും കൊന്ത പ്രാർത്ഥന വളരെയേറെ താല്പര്യത്തോടെ ചെയ്തിരുന്നൊരു കാര്യമാണ്. അതിന് മാതാപിതാക്കന്മാരെപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. ഒരിക്കലും വീഴ്ച വരാതെ ഇരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈശോ ഗാനം പാടി രൂപക്കൂടിന് മുമ്പിൽ മാതാവിനെ നോക്കി നിൽക്കുമ്പോൾ തുടങ്ങുന്ന ഒരു ഗാനം രചിക്കാനിടയായത്. ശ്രേയ ജയദീപ് വളരെ മനോഹരമായിട്ട് പാടിയ മറ്റൊരു ഗാനമാണത്. അത് കുടുംബ പ്രാർത്ഥനയുടെ ആ പശ്ചാത്തലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ എന്ന അനുഭവം കൊണ്ടിരുന്ന ഒരു ഗാനമാണ്. മാത്രമല്ല ആ പാട്ടിനകത്ത് നല്ല മാതാവേ എന്ന് തുടങ്ങുന്ന വരികൾ ചേർത്തുകൊണ്ട് വളരെ പഴയ കാലത്തേക്ക് ആ ഒരു ഗൃഹാതുരത്വ അനുഭവത്തെ കൊണ്ടുവരാനും കൂടി ശ്രമിച്ചിട്ടുണ്ട്. ആ പാട്ടിന്നും പാടി കേൾക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ ഉണരാറുണ്ട്. ഈശോഗാനം പാടി രൂപക്കൂടിൻ മുന്നിൽ മാതാവിനെ നോക്കി നിൽക്കുമ്പോൾ കൊന്ത കയ്യിലേന്തി അമ്മയെത്തും വേഗം ഞങ്ങൾ ജപമാല പ്രാർത്ഥിക്കും. എപ്പോഴും ദൈവവിളിക്ക് അനുകൂലമായ പശ്ചാത്തലം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് എപ്പോഴും നന്മയുടെ പശ്ചാത്തലമാണ്. വീട്ടിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങൾ പോലും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ ചാച്ചന ഒരു സ്ഥലത്ത് പെരുന്നാൾ കൂടാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചിത്രം വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ കൗതുകപൂർവ്വം ആ ചിത്രത്തെക്കുറിച്ച് അറിയാൻ പൊതിയഴിക്കാൻ നോക്കിയിരിക്കുമ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പേരുകാരനായ മിഖായൽ മാലാഹയുടെ ഒരു രൂപമാണിത്. നിന്നെക്കുറിച്ച് ഓർത്തപ്പോഴാണ് നിൻ്റെ ഒരു മധ്യസ്ഥനെ, സ്വർഗീയ മധ്യസ്ഥൻ്റെ പടം കൂടി ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് ആ ചിത്രം വീട്ടിലെ ഭിത്തിയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ എനിക്കുണ്ടായ ആ സന്തോഷം വലുതായിരുന്നു. കാരണം എൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ പടം ഇടയ്ക്കിടയ്ക്ക് ആ പടം കാണുമ്പോൾ തിന്മയുടെ നാരകീയ ശക്തിയെ കീഴടക്കുന്ന എൻ്റെ വീരപുരുഷനായ മാലാഖയെ ചിത്രത്തിലൂടെയെങ്കിലും കാണാൻ സാധിച്ചത് അതെല്ലാം തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന് ശക്തി പകർന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത് പോലും കുട്ടിക്കാലത്ത്
നമ്മുടെ ഭക്തി ജീവിതത്തെയും ദൈവവിളിയൊക്കെ പരിപോഷിപ്പിക്കുന്നുണ്ട് എന്നത് മറക്കാതിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഇന്നും നമ്മുടെ കുടുംബ അന്തരീക്ഷം പ്രാർത്ഥനയുടേതാകണം, ഈശോയെക്കുറിച്ചുള്ള സംസാരം നിറഞ്ഞു നിൽക്കുന്നതാകണം. കാരണം വിശ്വാസം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സംസാരത്തിൽ നിന്നാണ് വികസനമാകുന്നതും വളരുന്നതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗാനത്തിലൂടെയുമെല്ലാം നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങണമെന്നുള്ളത് ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈശോ വാഴും വീടാണല്ലോ, സ്നേഹത്തിൽ നാം ഒന്നാവൂലേ, ഒന്നു ചേർന്നു പ്രാർത്ഥിച്ചെന്നാൽ സൗഭാഗ്യമേറും. മാതാവോട് കൂടെ നിന്നാൽ ഈശോയിൽ നാം എത്തിച്ചേരും. ഏകമാർഗം ഈശോയല്ലേ സ്വർഗത്തിൽ പോകാൻ. തത്വേക ദൈവത്തെ വാഴ്ത്തിടാം, ഈശോയെ പാടി പുകഴ്ത്തിടാം. പാവനാത്മാവിൻ സാന്നിധ്യം എന്നെന്നും ആനന്ദമേ. ശ്രേയ ജയദീപ്, എനിക്ക് തോന്നുന്നു അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാടിയ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായി തീർന്നൊരു ഗാനമാണ് മേലേമാനത്തെ ഈശോയെ. ആ പാട്ട് വളരെ ലളിതമായ വരികളാണ്. പലരെ സംബന്ധിച്ചും ഞാൻ ലളിതമായ വരികൾ എഴുതാത്ത ആളാണെന്ന് കരുതുന്ന ഒരവസ്ഥയിൽ വളരെ ലാളിത്യമുള്ള വരികൾ ഞാൻ എഴുതും എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടിയാണ് ഈ ഗാനത്തെ ഞാൻ കാണുന്നത്. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ, ഈശോയേ. മേലേമാനത്തെ ഈശോയെ എന്ന ഈ പാട്ടിൻ്റെ മറ്റൊരു സവിശേഷത പ്രതിഭാധനനായ എം ജയേന്ദ്രൻ ഈണം നൽകിയെന്നുള്ളതാണ്. ഞാനും സംഗീത സംവിധായകനും ഒന്നിച്ചിരുന്നാണ് ഈ പാട്ട് ചെയ്തത്. മറ്റൊന്ന് ശ്രേയക്കുട്ടിയുടെ അതിമനോഹരമായ ആലാപനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈശോയെ എന്ന രക്ഷാനാമം 40ലേറെ പ്രാവശ്യം ഈ ഗാനത്തിൽ പാടി മനുഷ്യഹൃദയങ്ങളിൽ ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ യേശുനാമത്തിൻ്റെ മഹത്വമാണ് ഈ പാട്ടിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കിയതെന്ന് ഞാൻ കരുതുന്നു. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ. മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ, ഈശോയേ. എൻ്റെ ദൈവവിളി വികാസപരിണാമം പ്രാപിച്ച് പ്രവർത്തന നിരതമായത് കലാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. സുവിശേഷ പ്രഘോഷണം അതിൻ്റെ ഒരു വശമാണ്. ഒരു വൈദികൻ ചെയ്യേണ്ട എല്ലാ പ്രത്യേക
കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ചെയ്തെങ്കിലും സുവിശേഷം പ്രസംഗിച്ചെങ്കിലും കലാപരമായ രീതിയിൽ അല്ലെങ്കിൽ കലയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം, സത്യം പ്രഘോഷിക്കുന്ന അവസ്ഥ, അത് എന്നിൽ ഉണ്ടാകാൻ എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടിയ ചില അനുഭവങ്ങൾ ആ മേഖലയിൽ എന്നെ വളർത്താൻ കാരണമായിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട 2-3 പേരുണ്ട്. അല്ല, ഒന്ന് എൻ്റെ ചാച്ചൻ തന്നെയാണ്. ചാച്ചനൊരു കലയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടുമുറ്റത്തും മറ്റും പരിചമുട്ട് കളി ആളുകളെ വിളിച്ച് കളിപ്പിക്കുന്നതും, ഒരിക്കൽ എനിക്ക് വേണ്ടി തന്നെ പെരുന്നാളിന് ബാൻഡ് എനിക്ക് വേണ്ട പോലെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ബാൻഡുകാരെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി ഊതിച്ചതും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചാച്ചൻ്റെ ഭാഗത്തുനിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ കരിങ്കുന്നം ചന്ദ്രൻ സാറ് ക്രിസ്തീയ ഭക്തിഗാന രചനയിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. കാരണം രാജാക്കന്മാരുടെ രാജാവേ നിൻ്റെ രാജ്യം വരണമേ, നേതാക്കന്മാരുടെ നേതാവേ നിൻ്റെ നന്മകൾ നിറയണമേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു ക്രിസ്തീയ ഗാനം, അതുപോലുള്ള വേറെ കുറേ ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ അധ്യാപകൻ എനിക്ക് 8ാം ക്ലാസ്സിൽ ഭാഷാധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പ്രോത്സാഹനം കിട്ടാനിടയാണ്. ആദ്യം തന്നെ അദ്ദേഹം ക്ലാസ്സിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, അല്ല, ഞങ്ങളെല്ലാവരോടും പറഞ്ഞു എല്ലാവരും ഒരു 4 വരി 8 വരി കവിത എഴുതാൻ പറഞ്ഞു. അങ്ങനെ കവിത എഴുതി, അങ്ങനെ ആദ്യം എഴുതിയവർ കൊണ്ട് കൊടുത്തു. സാർ അതെല്ലാം വായിച്ച് ഇങ്ങനെ നല്ലത് മാറ്റിവെച്ചു. ആ നല്ലത് മാറ്റിവെച്ച ഒരു 3 കവിതയ്ക്കകത്ത് എൻ്റെ കവിതയുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കവിതയെക്കുറിച്ച് സാറ് പ്രശംസിച്ച് പറയാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഒരാന വഴിയെ പോയതിനെ ഞാൻ എഴുന്നേറ്റ് നോക്കി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ബെഞ്ചുകാർ മുഴുവൻ എഴുന്നേറ്റ് നോക്കി. സാറിനത് ദേഷ്യം വന്നു. സാർ അങ്ങോട്ട് വന്നിട്ട് ക്ലാസ്സിൽ അശ്രദ്ധമായിരുന്നതിൻ്റെ പേരിൽ ഒരാളെ അടിച്ചു. 2ാമത്തെ ആൾ ഞാനായിരുന്നു. എൻ്റെ കവിത സാറ് വായിച്ചിട്ട് എന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം എൻ്റെ ചാച്ചൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു സാറ്. അപ്പോൾ അന്നേരം പറഞ്ഞു, ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ഒരു നല്ല കവിത എഴുതിയതുകൊണ്ട് ഞാൻ അടി ഇവിടെ നിർത്തി എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് അന്ന് ആ നടന്ന സംഭവം ഇന്ന് ഞാൻ ഏറ്റുപറയുന്നതിന് കാരണം അത്രമാത്രം എന്നെ അത് സാന്ത്വനപ്പെടുത്തി. അപ്പോൾ അതെന്നിലെ ഗാനരചനയും കവിത എഴുതുന്നതിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമായിരുന്നല്ലോ അത്. അതേസമയം അതിൻ്റെ പേരിൽ എന്നെ സാറ് നോവുന്ന തരത്തിൽ തല്ലുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കവിതയോടുള്ള സമീപനം മറ്റൊന്നാകുമായിരുന്നു, അയക്കാം. ഏതായാലും അങ്ങനെയുള്ള നല്ല സമീപനങ്ങൾ ആ സാറിൽ നിന്നുണ്ടായി, പ്രോത്സാഹനം ഉണ്ടായി. ഇടയ്ക്കൊക്കെ ഗാനങ്ങൾ എഴുതിച്ചു, അത് കറക്റ്റ് ചെയ്ത് തന്നു. ഈ വാസന എനിക്കുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അതുപോലെ തന്നെ ഞാൻ സെമിനാരി ചേരുമ്പോൾ റെക്ടറുമായിട്ട് എൻ്റെ റെക്ടറായിരുന്ന ഒരു ഫാദർ മാത്യു കാച്ചപ്പള്ളിയച്ചൻ, അദ്ദേഹവും എൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എൻ്റെ അധികാരികളൊക്കെ എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചു. ജ്യേഷ്ഠസ്ഥാനീയനായിരുന്ന ഒരു ഫാദർ ജേക്കബ് അരയത്തിനാൽ, അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വരാൻ പിന്തുണ നൽകിയത്. അങ്ങനെ ഒത്തിരി പേരുടെ പ്രോത്സാഹനം ഈ രംഗത്ത് പ്രകാശിക്കാൻ എന്നെ അനുവദിച്ചു. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ, ദൈവവചന പ്രഘോഷണം എന്ന ശുശ്രൂഷ, മുഖ്യമായും പ്രസംഗപീഠത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കൺവെൻഷൻ വേദിയിൽ നിന്നുള്ള പ്രസംഗങ്ങൾക്കപ്പുറത്ത് ഗാനങ്ങളിലൂടെ, കവിതകളിലൂടെയൊക്കെ പ്രകാശിതമാകാനത് ഇടയായി. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം മുതൽ മേലേമാനത്തെ ഈശോയെ എന്ന് തുടങ്ങുന്ന ഈ അടുത്ത കാലത്തിറങ്ങിയ ഗാനം വരെ, അതിനുശേഷവും ഒട്ടേറെ നല്ല ഗാനങ്ങളുണ്ടാകുവാൻ ഈ ഭാഷാ സ്വാധീനവും എൻ്റെ കവിത്വ വാസനയൊക്കെ കാരണമായി. അത് ദൈവവിളിയിൽ അതെല്ലാം മറ്റുള്ളവർക്കത് കർത്താവിനെ കിട്ടാൻ, ആത്മീയത കിട്ടാൻ അതെല്ലാം കാരണമായിട്ടുണ്ട്. അതിനെയൊക്കെ ഓർത്ത് എൻ്റെ പിന്നിൽ പിന്തുണയായിട്ട് തന്നവരെയൊക്കെ ഈ നന്ദിയോടെ ഓർക്കാൻ, അവരുടെ പേരുകൾ പറയുമ്പോൾ വേറെ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ടെങ്കിലും ഇവരുടെയൊക്കെ പേരെങ്കിലും പറയാതെ പോകുന്നത് ഭംഗിയല്ലാത്തതുകൊണ്ട് ആ പേര് പറയാനൊക്കെ
സാധിക്കുന്നു, അവരെയൊക്കെ ഓർക്കാൻ സാധിക്കുന്നു. നന്ദിയോടെ ഓർക്കുന്നു. ഡിയർ ബ്രദേഴ്സ്, ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക, അതാണല്ലോ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. വളരെ സവിശേഷമായ രീതിയിൽ ദൈവവിളി കിട്ടിയവരുണ്ട്. നിങ്ങളൊക്കെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സാധാരണഗതിയിൽ വന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ നമ്മളിലൊരാൾ, നമ്മുടെ ബ്രദർ ഫ്രെഡി, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ വഴി ഞാൻ കേട്ടപ്പോൾ എനിക്ക് ത്രില്ലടിച്ചു പോയി. അപ്പം അതുകൊണ്ട് അത് ഇവിടെ നിങ്ങളോട് പറയുന്നത് വളരെ പ്രയോജനകരമാകും. ഇതിൻ്റെ കേൾവിക്കാർക്കും പ്രയോജനകരമാകും. വൊക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ അത് പ്രയോജനപ്പെടുമെന്ന ഒരു ശക്തമായ ഒരു വിചാരം എനിക്കുണ്ടായി. എന്നാൽ ഫ്രെഡിയുടെ കാര്യത്തിൽ, ഫ്രെഡി ഡിഗ്രി കോഴ്സിൻ്റെ സമയത്ത്, ബികോമിൻ്റെ സമയത്താണ് ഇങ്ങനൊരു തോന്നലുണ്ടായത്. അത് വളരെ പ്രചോദനമായ ഒരു രീതിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഫ്രെഡി നമ്മളോട് സംസാരിക്കും. ഫ്രെഡി വരൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിളി എന്തു തന്നെയായാലും, ഭാഗ്യമായി അത് നിസ്സാരമായി തോന്നിയാലും അല്ലെങ്കിൽ വലുതായി തോന്നിയാലും, ദൈവവിളി അതിൽ തന്നെ ഒരു സവിശേഷത നിറഞ്ഞ ഒരു സംഭവമാണ്. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2012 ജൂൺ 23 എൻ്റെ ഡയറിയുടെ ആദ്യത്തെ വരി ഇപ്രകാരമായിരുന്നു: എ ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ആരംഭം. തീർച്ചയായും അതൊരു പുതിയ ആരംഭം എന്ന് പറയാൻ തക്കതായ കാരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രീതി അതിൻ്റെ പുറകിൽ മറങ്ങിയിരിപ്പുണ്ട്. എൻ്റെ വീട് ബാംഗ്ലൂരാണ്. പഠിച്ചതും വളർന്നതുമൊക്കെ അവിടെ തന്നെയാണ്. ചെറുപ്പം മുതലേ ദൈവവിളി ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും അത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വളർന്നു വന്ന ആ അവസ്ഥയിൽ അച്ഛനാകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോൾ കൂടുതൽ ദൈവവിളിയും വളർത്താൻ എനിക്ക് പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് ആ ആഗ്രഹങ്ങളൊക്കെ എവിടെയൊക്കെയോ മങ്ങിപ്പോയി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു അച്ഛൻ വിളിച്ചു, എടാ പോരുന്നോ? ഞാൻ പറഞ്ഞു, അച്ഛാ പോരുന്നില്ല. പിന്നെ എൻ്റെ ആഗ്രഹം അച്ഛൻ ആകണമെന്നല്ല, മറിച്ച് ജീവിതം ഒന്ന് ആസ്വദിച്ചേക്കാം, ഒന്ന് അടിച്ചു പൊളിച്ചേക്കുന്ന രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ ചേർന്നു. അങ്ങനെ ക്രൈസ്റ്റ് കോളേജിൽ ചേർന്നപ്പോൾ 5 വർഷം അവിടെ ഉണ്ടായിരുന്നവർ വളരെ കളർഫുള്ളായ കുറേ ഓർമ്മകൾ, കൂട്ടുകാർ കൂടി ബാംഗ്ലൂർ എന്നൊരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ അതിഥികളെല്ലാം ഓടി നടന്ന് ജീവിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ വളരെ വർണ്ണമയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവിടെ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു 5 വർഷം പിന്നിട്ടു. അവിടുത്തെ എല്ലാ ആഗ്രഹങ്ങളും കൂട്ടുകാരോടുള്ള സന്തോഷവും എല്ലാം വളരെ നന്നായിരുന്നു. സന്തോഷം ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ സന്തോഷത്തെക്കാളെല്ലാം ഉപരിയായ ഒരു ആനന്ദം, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ജീവിതം കുറേ മുന്നിട്ട് പോയി. +1 +2 കഴിഞ്ഞു, ഡിഗ്രി കയറി. അവിടെ തന്നെ ഡിഗ്രിയുടെ 1.5 വർഷം തീരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ജീവിതത്തിൽ. അടിച്ചു പൊളിക്കുന്നു, ഫ്രണ്ട്സുണ്ട്, എല്ലാം വളരെ കളർഫുള്ളായി വീണ്ടും പോകുന്നു. നേരത്തെ പറഞ്ഞ മാതിരി സന്തോഷമുണ്ട്, പക്ഷേ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ് സൂചിപ്പിച്ച മാതിരി ജൂൺ 23 ഞാൻ സെമിനാറിലേക്ക് വരുന്നത്. അന്നാണ് ഞാൻ ഡയറിയിൽ എഴുതി വെക്കുന്നത് ന്യൂ ബിഗിനിങ് എന്ന്. അപ്പോൾ ജൂൺ 20 എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഒരു അടിപൊളിയായ ആഘോഷം, ഒരു ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒടുവിൽ ഒരു ചിന്ത, എന്തിനു വേണ്ടി ഇതൊക്കെ? ഒരു സന്തോഷം അനുഭവപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആനന്ദം മനസ്സിലേക്ക് വരുന്നില്ല എന്ന് തോന്നുമ്പോൾ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ടെങ്കിലും ഒരു ഇല്ലായ്മ മനസ്സിൽ കൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ധ്യാന കേന്ദ്രം, അവിടെ 24 മണിക്കൂർ നമുക്ക് ആരാധിക്കാൻ സൗകര്യമുള്ള ഒരു
നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ പോയി കുറേ നേരം വെറുതെ ഇരുന്നു. ഒന്നും മിണ്ടുന്നില്ല, വെറുതെ കുറേ നേരം ഇരുന്നു. അങ്ങനെ 21-ാം തീയതി കുറേ മണിക്കൂർ അവിടെ വെറുതെ ഇരുന്നതിൻ്റെ ഫലമായി മനസ്സിൽ പണ്ടെങ്ങോ മൂടിപ്പോയൊരാഗ്രഹം വീണ്ടും പൊട്ടിമുളയ്ക്കുന്നതുമായി ഒരു തോന്നൽ. എന്നാൽ പിന്നെ പോയേക്കാം, ഒരു അച്ഛനായി തീർന്നേക്കാം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ 22-ാം തീയതി പപ്പയോടും മമ്മിയോടും ഈ കാര്യം അവതരിപ്പിച്ചു. അന്ന് വൈകുന്നേരം തന്നെ വണ്ടി കയറി 23-ാം തീയതി രാവിലെ സെമിനാരി എത്തി. അങ്ങനെ ആരംഭിച്ചു. വളരെ മനോഹരമായ ഒരു ജീവിതം ഈ കഴിഞ്ഞ ഒരു 7 വർഷക്കാലം എനിക്ക് കിട്ടിയെന്ന് 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും. കാരണം പഴയ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ദൈവവിളി സ്വീകരിച്ച് അത് തിരിച്ചറിഞ്ഞ് വിളിച്ചവനാണെന്നുള്ളൊരു അവബോധം കൂടെ ഉണ്ടെന്നുള്ള അവബോധം മനസ്സിൽ എവിടെയൊക്കെയോ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കഷ്ടപ്പാടുകൾ തീർച്ചയായും ഉണ്ട്. അതെല്ലാം തരണം ചെയ്ത് പോകുമ്പോഴും മനസ്സിൽ ഒരു ആനന്ദം, ഒരു സംതൃപ്തി. ഇതാണ് ജീവിതം എന്നൊരു തോന്നൽ. അതാണ് പ്രിയപ്പെട്ടവരെ. അത് സവിശേഷമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം വിളിച്ച എല്ലാ വിളികളും അതിൽ തന്നെ സവിശേഷമാണ്. സോ നിങ്ങളോട് പറയാൻ ഒരാഗ്രഹം പരിശുദ്ധാത്മാവ് തോന്നിച്ചതിൽ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. അതിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടാവുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുകയും എൻ്റെ ജീവിതാനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് അവസരം തന്നെ ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ പനിച്ചിക്കലച്ചനെ വളരെ സന്തോഷത്തോടുകൂടി ഹൃദയത്തിൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇത്ര നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ദൈവവിളിയിൽ പിച്ച വെച്ച് നീങ്ങുവാനുള്ള കൃപാവരം ദൈവം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പൗരോഹിത്യ സമർപ്പണത്തിൻ്റെ 45-ാം വർഷമാണിത്. ഓരോ ഘട്ടത്തിലും എന്നെ ഏറെ സ്വാധീനിക്കുകയും എന്നെ ഉറപ്പിക്കുകയും ചെയ്ത ചിന്തകളുണ്ട്. ഈ അടുത്ത കാലത്ത് എന്നെ സ്വാധീനിച്ച വലിയൊരു ചിന്ത, വലിയൊരു ബോധ്യം, വലിയൊരു തിരിച്ചറിവ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ പാപം അവർക്കെതിരെ പരിഗണിക്കുന്നില്ല എന്ന ചിന്ത വളരെയേറെ എന്നെ സ്പർശിച്ചതും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുമാണ്. ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എന്നെ ഉയർത്തിയതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം, എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കുന്നില്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലം എൻ്റെ ദൈവം എന്നിൽ നിന്ന് പാപമംഗലമായ കഴിഞ്ഞ കാലം എഴുതി തള്ളിയെങ്കിൽ അങ്ങനെയാണ് ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. മാനസാന്തരപ്പെടുന്നൊരു വ്യക്തി ശിശുവിനെ പോലെയാണ്. ശിശുവിനെ പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശിശുവിനൊരു പൂർവ്വകാലമില്ല, ശിശു ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ദൈവം മനുഷ്യൻ്റെ കഴിഞ്ഞ കാലം എഴുതി തള്ളുന്നത് കൊണ്ട് ഒരു ശിശുവിനെ പോലെ ഒരു തുടക്കക്കാരനാണ്, ഒരു തുടക്കക്കാരിയാണ്. അപ്പോൾ തുടക്കത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലം ഇല്ല എന്ന രീതിയിൽ ഒരു ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, കഴിഞ്ഞ കാലം എഴുതി തള്ളിയെങ്കിൽ കഴിഞ്ഞ കാലത്തെ പാപം മാത്രമല്ല, കഴിഞ്ഞ കാലത്തെ പുണ്യവും കൂടി എഴുതി തള്ളി. കാരണം എന്തെങ്കിലും നന്മ അഥവാ പുണ്യം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ ദൈവം നിർവഹിച്ച കാര്യമാണ്. അത് ഞാൻ ഒരിക്കലും എൻ്റെ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. ഒരു കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ അഭിമാനിച്ചിരുന്നു, എന്നിലൂടെ കുറേ നന്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ നന്മകളൊന്നും എൻ്റെതല്ല, എന്നിലൂടെ ദൈവത്തിൽ നിന്ന് സംഭവിച്ചാണ്. അപ്പം അതുകൊണ്ട് ഒന്നുമില്ലായ്മയുടെ ആ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുവാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇന്ന് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. അപ്പം എനിക്ക് ഓർത്തോർത്ത് അഭിമാനിക്കാൻ ഒന്നുമില്ല, ഓർത്തോർത്ത് നിരാശപ്പെടാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല. ഞാൻ ഇന്നിൽ ജീവിക്കുന്നു, എപ്പോഴും കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു, കർത്താവിൽ മാത്രം ആനന്ദിക്കുന്ന ഒരനുഭവം.
അവിടെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, എൻ്റെ ചിത്തം എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എന്നിൽ ഒരു കാര്യം ചെയ്തു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ കഴിഞ്ഞകാല പാപം മാത്രമല്ല, എൻ്റെ കഴിഞ്ഞകാല പുണ്യവും ഇതാ എഴുതി തള്ളപ്പെട്ടിരിക്കുന്നു. എനിക്കെൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കാനുള്ളൂ, അല്ലാതെ എൻ്റെ ഒരു പ്രവൃത്തിയിലും എനിക്ക് അഭിമാനിക്കാനോ ആശ്രയിക്കാനുമില്ല. ഞാൻ ഓർക്കുന്നു, ഈശോ 2 പേര് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരാൾ കഴിഞ്ഞ കാലത്തെ നന്മയെക്കുറിച്ച് ഏറ്റേറ്റ് പറയാണ്, മറ്റേ ആൾക്ക് ഒന്നും പറയാനില്ല, തൻ്റെ ക്രെഡിറ്റിലൊന്നുമില്ല. ആ വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ട് തിരിച്ചു പോയത്. ഇതുപോലെ അനുഗ്രഹിക്കപ്പെടാനുള്ള ഈ ഒരു മാർഗം കുറച്ച ഒരു തിരിച്ചറിവിൽ നിന്നും ബോധ്യത്തിൽ നിന്നും വന്നതാണ്. ഇത് കേട്ടവരെല്ലാം അതിനെക്കുറിച്ച് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഉണ്ടായി എന്ന സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലായവരൊക്കെ. ഇന്നും എൻ്റെ ഒരു സംഭാഷണത്തിൽ വിയന്നയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിരുന്നു, ഈ ഒരു സത്യം അദ്ദേഹത്തെ എത്രമാത്രം സ്വതന്ത്രമാക്കി എന്ന് പറയുകയാണ് ഉണ്ടായത്. എന്നെ കേൾക്കുന്നവർക്ക് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്ദേശമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈശോഗാനം